ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബെൻസിസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നുണ്ടല്ലോടാ റോബ്ലോക്സില് നമുക്കിപ്പോ നമ്മുടെ ശരീരം നോക്കിയടാ, തീപ്പെട്ടിക്കൊള്ളിനെ പോലും അത്രയില്ല. നമ്മളിപ്പാ വേറെ ആൾക്കാരൊക്കെ ഇട്ടാ നമുക്കൊന്ന് നോക്കണമല്ലോ ഗൈസ്. ഇവരൊക്കെ അതേ അത്യാവശ്യം ഇവനൊക്കെ അത്യാവശ്യമായി. നമുക്കപ്പ ഇവരിനെയൊക്കെ തോപ്പിച്ച് ഈ പഞ്ചിൽ നമുക്ക് ഇവർമാരെയൊക്കെ തോപ്പിക്കണം. കണ്ടോ, ഒരു കിഡായിട്ടാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമുക്ക് തോപ്പിക്കാൻ പറ്റുമോ? നമുക്ക് പോലും തോപ്പിക്കാൻ പറ്റിയില്ലടാ. നമുക്ക് പോലും. അവൻ എത്ര ഉണ്ടോ പവർ? അവന് 45 ഉള്ളു, എനിക്ക് 17. അതിപ്പ തന്നെ ആക്കാൻ പറ്റോടാ. ലെറ്റ്സ് ഗോ. എന്താണ് ഓക്കെ ഗൈസ്, നമുക്കപ്പ ഈ റോബ്ലോക്സിൽ കണ്ടോ ഗൈസ്, നമ്മളിപ്പോ ഇതാ ഇവിടെ വെച്ച് 1+1+. ഓക്കെ, സെയിം ആണ്. നമുക്ക് ഇവിടെ റീബർത്ത് ഉണ്ടാവും. റീബർത്ത് 10 ആവുമ്പോഴാണ് നമുക്ക് റീബർത്ത് ഉള്ളത് കേട്ടോ. ഒരു മിനിറ്റാ. ഓക്കെ, 0+. ഗൈസ്, ഇതെന്ത് 0 എന്നത്? ഗൈസ്, എനിക്ക് 0 ആണല്ലോടാ വന്നത്. 0+ ആയിട്ട് വന്നു. നമുക്കപ്പ ഇവനെ എന്താ നേർലി കിട്ടാ. ആ കിട്ടിനെ നമുക്ക് എന്തായാലും തോപ്പിക്കണം. ടാപ്പ് ചെയ്ത് ലെറ്റ്സ് ഗോ. തോപ്പിച്ച് 650 ബിഗ് പുള്ളിയാ, എന്റെ പൊന്നെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ട്രോഫി കളക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ട്രോഫി ഗൈസ് ഈ റോബക്സിന്റെ കൊണ്ട് ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡംബില് മാറ്റണം. അതാണ് ഇവിടുത്തെ ഒരു ടാസ്ക് വന്നേക്കുന്നത്. ഡംബില് മാറ്റണം. ഓക്കെ, നമുക്കിപ്പോ 1+1+ വെച്ച് കിട്ടണ്ട്. നോക്കട്ടെ, ലെറ്റ്സ് ഗോ. 1+1+ വെച്ച് കിട്ടുന്നുണ്ട്. ബൂസ്റ്റ് ഉണ്ട്. നമുക്ക് പെറ്റിനെയൊക്കെ മേടിക്കാൻ പറ്റൂടാ. ട്രേഡ് ഒക്കെ ചെയ്യാം. ഇൻവെന്ററി നമുക്ക് എഗ്ഗൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. റീബർത്ത് ആവണം നമുക്കേ. പക്ഷെ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ട്രോഫി കളക്ട് ചെയ്ത് നടക്കാൻ പറ്റൂടാ. അതാണ് ഇതിലെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ എനിക്ക് ഈ 5 ട്രോഫി ഇതാ പിന്നെയും വേണമെങ്കിൽ എനിക്ക് നടന്നു എടുക്കാം. റോബ്ലോക്സ് ഗെയിമിൽ ഇങ്ങനത്തെ ഇത് വളരെ കുറവാണ്. പക്ഷെ എന്തായാലും ഇത് എന്തായാലും നല്ല അഭിപ്രായമാണ്. റോബക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് VIP എടുക്കാൻ പറ്റുവാ. അതൊക്കെ നമുക്ക് ഇതിനേക്കാളും ഇരട്ടി വെച്ചാ എന്തോ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഗൈസ്, വീഡിയോ ലൈക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. വീഡിയോ കൊണ്ട് ഇപ്പൊ ചാനൽ അടിച്ച് പൊളിച്ച് സബ്സ്ക്രൈബ് ചെയ്യാ. റോഡ് ടു 2K ആണ് ട്ടാ. ഗൈസ്, നമുക്ക് ബിഗ് ബുള്ളിനെ തോപ്പിക്കാനായി. ഞാൻ ഇങ്ങനെ ട്രോഫി കളക്ട് ചെയ്യണേ. ഞാൻ ഒന്ന് ട്രോഫിയൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് സെറ്റ് ആക്കട്ടെ ഫസ്റ്റ് തന്നെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ അങ്ങനെ 46 ട്രോഫി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡബില് മാറ്റി എനിക്കിപ്പോ 4 വെച്ച് കിട്ടും. നമ്മൾ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ റോബക്സ് ഒന്നും ചെലവാക്കാണ്ടാണ്. അപ്പൊ ഗൈസ്, എനിക്കിപ്പോ 46 ട്രോഫി ഉണ്ടല്ലോടാ. എന്തായാലും എന്താ ഗൈസ്, എടാ അൺകോമൺ ആയിട്ടുള്ള ഒരു ക്യാറ്റിന് കിട്ടി. 20 ട്രോഫി ഉള്ളടാ. കുഴപ്പമില്ല. നമുക്കിപ്പോ ഇവിടെ കാണാൻ പറ്റും. ഇൻവെന്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാറ്റിന് നമുക്ക് എക്യുപ്പ് ചെയ്തിടണം. ലെറ്റ്സ് ഗോ. അപ്പൊ ക്യാറ്റ് വരുമ്പോ നമുക്ക് 6 വെച്ച് കയറുന്നുണ്ട്. ഇവിടെ റീബർത്ത് ചെയ്യാണ്ട് ഇവിടെ നിന്നേങ്ങ 6 വെച്ച് തന്നെയാണ്. ഗൈസ്, വലിയ വ്യത്യാസമൊന്നുമില്ല. റീബർത്ത് ആയിട്ടില്ല. നമ്മുടെ ലെവല് കൂടണം. നമ്മുടെ ലെവല് 10 ആവുമ്പോൾ നമുക്ക് ഫസ്റ്റ് റീബർത്ത് ചെയ്യണം. നമുക്ക് റീബർത്ത് ഒക്കെ ചെയ്ത് നമ്മുടെ സെറ്റപ്പ് ആവണം ഗൈസ്. ചെറുതായിട്ട് ഞാൻ ഒന്ന് സെറ്റ് ആയെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ആ ബുള്ളീനെ തോപ്പിക്കാൻ പറ്റാനായി. പക്ഷെ നമുക്കൊരു റീബർത്ത് ചെയ്തിട്ട് പോവാട്ടോ, അതാ നല്ലത്. കുറച്ചും കൂടി നല്ലത് അതാണ് എനിക്ക് തോന്നുന്നത്.
കുറച്ചും കൂടിയല്ല നല്ലത് അതാണ് ഗൈസ്. ആ ചോയ്സാ നല്ലത് ഗൈസ്. 5 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോഴും 5 എണ്ണം വെച്ച് തന്നെയുള്ള 6 എണ്ണം വെച്ചോ? അതെന്താ ഗൈസ് അങ്ങനെ? ഓ, നമ്മുടെ ക്യാറ്റ് ഉള്ളതുകൊണ്ടാടാ. ക്യാറ്റിന് നമുക്ക് ഇവിടെ എടുത്ത് 6 എണ്ണം വെച്ചേനെ. ലെറ്റ്സ് ഗോ ക്യാറ്റിന്. ഗൈസ് ഇവിടെ എന്തൊക്കെയോ 6 എണ്ണം വെച്ചേനെ. അതെന്തോ ഗെയിം എന്തെങ്കിലും ഗ്ലിച്ചായതായിരിക്കും ഗൈസ്. ഗൈസ് 9 ആയിട്ടോ. ലെവല് 9 ആയി. ഇപ്പൊ തന്നെ നമുക്ക് 10 ആക്കാൻ പറ്റും ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ക്ലൈം ചെയ്യാനുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ക്ലൈം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊരു നമ്മുടെ ഇൻവെന്ററി പോയി കഴിഞ്ഞാൽ എനിക്കൊരു പെറ്റിനെയും കൂടി കിട്ടി. റെയർ ആയിട്ടുള്ളത്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എനിക്ക് 16 വെച്ച് കൂടുന്നുണ്ട്. സെയില് ഇവിടെ എന്താ നോക്കട്ടെ. പക്ഷെ റോബോട്ടിനൊക്കെ അത്യാവശ്യം നല്ലതുണ്ടല്ലോടാ. റീബർത്ത് ഇനി ഗൈസ് പെട്ടെന്ന് കേറിക്കോളും. നമ്മുടെ അടുത്ത കളി ട്രേഡ് ഗൈസ്. എനിക്കതൊന്നും മനസ്സിലായി. ബൂസ്റ്റ് നമുക്കിതാ 2x മസിൽ ഫോർ 10 മിനിറ്റ്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഗൈസ്. ലെവൽ 10 ആയി. ഇനി അടുത്ത റീബർത്ത് ലെവൽ 50 എന്നാ പിന്നെ നമുക്ക് അടുത്ത റീബർത്തും കൂടി ചെയ്തിട്ട് പോവാം ഗൈസ്. എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ചെയ്യണല്ലേ നല്ലത്. എന്നാ പിന്നെ കുറച്ച് റീബർത്ത് ഒക്കെ ചെയ്ത് മാസിലൊക്കെ എല്ലാവരെയും വെട്ടിച്ച് നമുക്കപ്പ കുറെ ട്രോഫി മേടിക്കാലോ. അതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പൊ ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ ഏട്ടാ. ഗൈസ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ റീബർത്ത് 1 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിട്ടാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. ഇവിടെ കയറി നിന്നാ മതി ഗൈസ്. ഇതല്ലേടാ നല്ലത്. ലെവൽ 50 ആയാലോ. റീബർത്ത് ചെയ്തു. ഇനി റീബർത്ത് ഗൈസ്. റീബർത്ത് 3, റീബർത്ത് 1. ഇനി റീബർത്ത് 3യിലാണ് നമുക്ക് പോകേണ്ടത്. കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് തന്നെയായി ഗൈസ്. ഇനി റീബർത്ത് 25ലാടാ. വാടാ തോപ്പിക്കാൻ വന്നടാ. ഇപ്പൊ തന്നെ തോപ്പിച്ചു കൊടുക്കാം. ഇവനായിട്ട് നമുക്ക് ഒന്നും കൂടി കളിക്കാൻ പറ്റും. ഇല്ല, ഇവനൊക്കെ കൊച്ചു പയ്യൻ. ഇവരൊന്ന് പോട്ടേടാ. എന്നിട്ട് മതി. പോ. നെക്സ്റ്റ് ഇതേ ഇവിടെ ആൾക്കാരൊക്കെ. ഓക്കെ ഈസി പീസി. ഈസി 5K ഗൈസ്. എനിക്ക് 3K ഉള്ളു. എട്ട് മാസ്റ്റർ കുറച്ച് അധികം സീനാണ്. 5K ഉണ്ടറാ. നമുക്ക് വേഗം തന്നെ മസിൽസ് ഒക്കെ വരുത്തി സെറ്റ് ആക്കുന്നുള്ളൂ. 59 വെച്ച് നമുക്ക് കിട്ടണ്ടടാ. 59 വെച്ച് കിട്ടുന്നുള്ളൂ. ഇനി അടുത്ത റീബർത്ത് ആവണം. അപ്പൊ റീബർത്ത് ഇനി 3. അപ്പൊ 3 മാസിലും സ്കിപ്പ് റീബർത്തടാ. അതൊക്കെ ചെയ്യണമെങ്കിൽ റോബക്സ് കൊടുക്കും ഗൈസ്. ഇതെന്താണ് ഈ പെണ്ണിന് എന്ത് മസിലാടോ. എന്റെ പൊന്നെ, നമ്മളൊക്കെ തെറിച്ചു പോലെ. ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. നമുക്ക് ട്രോഫി കൊടുത്തിട്ട് അമ്പല് മാറ്റാൻ പാടില്ലേ? 125 അത്ര വിലക്കുറവുണ്ടോ? വിലക്കുറവല്ല, ട്രോഫി കുറവ് ഗൈസ്. ഏറ്റവും കൂടുതലൊക്കെ നോക്കിയടോ. നല്ല കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് 125 ട്രോഫി ആക്കണം കേട്ടാ. ഞാൻ 125 ട്രോഫി ആക്കട്ടെ ഫസ്റ്റ് തന്നെ. എനിക്ക് ഇവിടെ നിന്നൊക്കെ പോയി ഗൈസ്. അപ്പൊ നമുക്ക് 50 വെച്ച് കിട്ടുന്നുണ്ട്. കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും ഗൈസ് ഞാൻ ചാടണം. എടാ ഞാൻ കാലെന്നാലും വിറകുള്ളി പോലെയുള്ളൂ ഗൈസ്. അത് വേറെ കാര്യം. എന്റെ കാലം എന്നിട്ടും വിറകുള്ളി പോലെയാണ് ഗൈസ് ഇരിക്കുന്നത്. അതൊന്നും വലിയ വിഷയമില്ല. ഇതുപോലെ ഇങ്ങനെ ട്രോഫി കളക്ട് ചെയ്ത് പോയാൽ മതി ഗൈസ്. എന്തോ നമുക്ക് ക്ലൈം ചെയ്യാനുണ്ട്. എന്താണെന്ന് അറിയാമോടാ. നമ്മൾ ഗെയിം ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്ന്. കോള് വന്നായിരുന്നു. മൈ ഡാഡി ആയിരുന്നു വിളിച്ചത്. എൻ്റെ അപ്പനായിരുന്നു വിളിച്ചായിരുന്നു കേട്ടോ ഗൈസ്. എന്തൊക്കെയോ നമുക്ക് കിട്ടിയടാ. എടാ എന്റെ സൈസ്. ഓ മൈ ഗോഡ് ഗൈസ്. എന്റെ കണ്ണില്ലടാ. അയ്യോ എടാ, അത് ഭയങ്കര മോശമായിപ്പോടാ. എന്നെ കണ്ണില്ല, അത് വേറെ കാര്യം. 76 ട്രോഫി ഉണ്ട്. എനിക്കിപ്പോ കണ്ണില്ല. അതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം വന്നേക്കണ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ റീബർത്ത് ചെയ്യാം. 25 നമുക്ക് വേണമെങ്കിൽ റീബർത്ത് ചെയ്യാട്ടാ ഗൈസ്. എന്റെ കണ്ണൂടെ എന്തായാലും എന്താ ഗൈസ്. 25 എന്തെങ്കിലും മാറ്റം വരും. ഐ ഡോണ്ട് നോ ഗൈസ്. അപ്പൊ നമ്മള് 3rd റീബർത്ത് ആവും.
ഇവിടെ കയറുമ്പോ എനിക്ക് 59 വെച്ച് കയറും. ലെറ്റ്സ് ഗോ. ബൂസ്റ്റ് നോക്കുകയാണെങ്കിൽ യൂസ് ചെയ്താലോ. അപ്പൊ 120 വെച്ച് എനിക്ക് കിട്ടും. റാൻഡം ബൂസ്റ്റ് ഞാൻ എടുത്തു. അതും ഇതൊക്കെ തന്നെയാണ് 10 മിനിറ്റ്. ഇത് പറഞ്ഞത് 120. ഇവിടെ വെച്ച് കയറുമ്പോ എനിക്ക് 80 വെച്ച്. ഇവിടെ കയറുമ്പോൾ 120. അപ്പോ ഗൈസ് അത്യാവശ്യം നല്ലപോലെ ആവട്ടെ കേട്ടോ. ഇനി ഇപ്പൊ തന്നെ നമുക്ക് റീബർത്ത് ചെയ്യാന്നുള്ളൂ. ഗൈസ് ഞാൻ എന്താ ഇങ്ങനെ ചാടണത് ഒരുമാതിരി. ഗൈസ് ഞാൻ ഒരു സന്തോഷമില്ലാണ്ടുള്ളൂ ഗൈസ് ചാടണം. ഇവിടെ നിൽക്കുമ്പോ നോക്കിയടാ ഞാൻ ഇങ്ങനെ ചാടണം. മറ്റേ ഡിങ്കൻ ചാടണ പോലെ കേട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ ലെവല് 25 ആവുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവിക്കും. ഇല്ല ഗൈസ് ഒന്നും സംഭവിച്ചില്ല പ്രത്യേകിച്ച്. അപ്പൊ ഗൈസ് റീബർത്ത് ചെയ്യടാ. ലെറ്റ്സ് ഗോ. ഇനി പെട്ടെന്ന് കയറോടാ ഗൈസ്. എന്ത് പെട്ടെന്നാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടാ ഗൈസ്. എന്റെ മുഖം നോക്കിയടാ ഗൈസ്. എന്തൊക്കെയോ ക്ലെയിം ചെയ്യാൻ കിട്ടി. ലെറ്റ്സ് ഗോ. അതും ക്ലെയിം ചെയ്തിട്ടുണ്ട് ഗൈസ്. ട്രോഫി ക്ലെയിം ചെയ്യാൻ വന്നതാണ് ഗൈസ്. ഞാനിപ്പൊ തന്നെ സെറ്റ് ആവോടാ. ഓ റീബർത്ത് 3 ആയില്ലേ. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കയറാം. അപ്പൊ എനിക്ക് 192 ഉണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ അടിച്ചു കയറും ഗൈസ്. ഇനി റീബർത്തിന് എത്രയില്ല. ഇനി റീബർത്ത് 35ലാണ് കേട്ടോ. ഇപ്പൊ 20 ആയി. നമുക്കപ്പ അവനെ തോപ്പിക്കണം. 5 നമുക്ക് അവനെ തോപ്പിക്കണം. പിന്നെയും വന്നിട്ടുണ്ടല്ലോ അവിടെ ക്ലെയിം ചെയ്യാൻ. ഓ 10 ട്രോഫി കിട്ടി. അതിങ്ങ് അടുത്തൊരു മിനിറ്റ് കഴിയുമ്പോ അടുത്തൊരു ഐറ്റം വരും. ഏത് ഒരു ഐറ്റം വരും. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ഇതെന്താടാ? 25 ഇപ്പൊ തന്നെ ആവണം. കണ്ണടച്ചു കൊടുക്കണ മുമ്പേ. ഓ വന്നിട്ടൊന്നും ആവുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അവനൊന്ന് തോപ്പിക്കാം. ഈസി പീസി ആയിട്ട് തോപ്പിക്കാം ഗൈസ്. ആരുടെയാണ് എത്രയുണ്ട് പവർ? മച്ചു 5K. ഞാൻ 28K ആ. ഹെഡ് മാസ്റ്ററിന് ഇപ്പൊ തോപ്പിക്കൂടാ. ഈസി പീസ്. അവൻ തോപ്പിക്കോ നോക്കട്ടെ. ഈസി പീസി ഈസി. ഇനി എന്താ 30K ആണോ? 30K ഇപ്പൊ ആക്കുമല്ലോ. ഇപ്പൊ സെറ്റ് ആക്കുന്നു ഞാൻ. നമുക്കപ്പ എഗ് തുറക്കാം. 30K അല്ലേ? അത് ഈസി പീസി. നമ്മൾക്കിപ്പോ വളരെ ഈസി പീസി ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. നമുക്കിപ്പോ 126 ഉണ്ട് ഗൈസ്. 126ന് എന്തോ 125ന് എടാ എനിക്കൊരു ഡമ്പല് മേടിക്കാം. അതാ നല്ലത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോഴും 126 ഉണ്ടോ? പിന്നെ ഒരു എഗ് കൂടെ എടുക്കാം ഗൈസ്. അയ്യേ എടാ എനിക്കൊരു ക്യാറ്റിനെ കിട്ടി. എടാ ഞാൻ 126 മൊത്തം കളഞ്ഞു. എന്നിട്ടും അതിന്ന് പോയില്ലല്ലോ ഗൈസ്. എനിക്കൊരു ഡോഗിനെ കിട്ടി. കോമൺ ആടാ. നീ ഒന്നും കൂടി ക്യാറ്റ് പിന്നെയാടാ. നല്ലത് താടാ. ലാസ്റ്റ് ആൻഡ് ഫൈനല് നല്ലതാടാ. ലെജൻഡറി സാധനം. ലെറ്റ്സ് ഗോ ഗൈസ്. കം ഓൺ. ഇൻവെന്ററി പോയിട്ട് ലെജൻഡറി 1.2. ഇത് മതി. ദേടാ 373. ഇനി ഇവിടെ നിക്കുമ്പോ 700. അവനെന്തോ 30 നമുക്കൊരു 35 റീബർത്ത് ആവാം. പെട്ടെന്ന് ചെയ്യണ്ടേ ഗൈസ്. പെട്ടെന്ന് ആവും. ഇപ്പൊ തന്നെ നമ്മൾ സെറ്റ് ആക്കോട്ടാ. പിന്നെ ഗൈസ് ഇവിടെ എന്തോ ക്ലൈം ചെയ്യണം. നമുക്കൊരു പെറ്റിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പൊ ഇൻവെന്ററി പോയിട്ട് ഗൈസ് ലെറ്റ്സ് ഗോ. എല്ലാ കിടക്കാച്ചി പെറ്റുകൾ നമുക്ക് കിട്ടി. ഇപ്പൊ എന്റെ 863 വെച്ച് എനിക്ക് കേറുന്നുണ്ട്. ലെറ്റ്സ് ഗോ. എനിക്ക് അത്രയും വെച്ച് കയറും ഗൈസ്. 19 റോബക്സ് കൊടുത്ത് നമുക്ക് ഇത് മേടിക്കാം. പക്ഷെ എന്റെ അടുത്ത് റോബക്സ് ഇല്ല. നമ്മൾ റോബക്സ് ഇല്ലാണ്ടാണ് കളിക്കുന്നത്. റോബക്സ് നമുക്ക് സെറ്റ് ആക്കാം.
എനിക്ക് റോബോക്സ് ഇതൊന്നും സെറ്റ് ആക്കാനുണ്ട്. ഓട്ടോ വിന്നോ ഗൈസ്? ഇതെന്താ ഗൈസ്? ഓട്ടോ വിന്നൊന്നും വേണ്ടടാ. വെറുതെ എന്തിനാണ് നമ്മൾ കളിക്കണം? തന്നെ പോയിട്ട് തോപ്പിച്ച് നമുക്ക് അങ്ങനെ വേണം. നമുക്ക് തന്നെ കളിക്കാം. ഓക്കെ ഗൈസ്, 30 ലെവല്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇല്ലേ 46 മിനിറ്റാണ്. അപ്പോൾ അത് ഭയങ്കര ലോങ് ആണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടും അത് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, പാർട്ട് 2 പെട്ടെന്ന് തന്നെ വരും, വിഷമിക്കണ്ട. ബൈ.